ഹായ്. ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ സയൻസിന്റെ 10th ചാപ്റ്റർ 10ാമത്തെ ചാപ്റ്റർ അതായത് ഫിസിക്സിന്റെ 2ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഹ്യൂമൻ ഐ ക്യാൻ ഫോക്കസ് ഓൺ ഒബ്ജക്ട്സ് അറ്റ് ഡിഫറെന്റ് distances by adjusting the focal length of the eye lens. This is due to. ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആൻസർ പവർ ഓഫ് അക്കോമഡേഷൻ ആണ്. ബി ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ആൻസർ. എന്താണ് എഴുതാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ: ഹ്യൂമൻ ഐ ക്യാൻ ചേഞ്ച് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ ലെൻസ് ടു സീ ദ ഒബ്ജക്ട്സ് സിറ്റുവേറ്റഡ് അറ്റ് വേരിയസ് ഡിസ്റ്റൻസസ് ഓഫ് ദ ഐ ഫ്രം ദ ഐ കണ്ണിൽ നിന്നും ഏത് അകലത്തിലാണെങ്കിലും അതിനെ ഫോക്കസ് ചെയ്യാൻ കാണാൻ വേണ്ടിയിട്ട് കണ്ണിന്റെ ലെൻസിന്റെ അതിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ദിസ് is possible due to power of accommodation of the eye lens. കണ്ണിന്റെ ലെൻസിന്റെ പവർ ഓഫ് അക്കോമഡേഷൻ എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഇത് സാധ്യമാവുന്നത്. നമ്മൾ കൃത്യമായിട്ട് എത്ര ഡിസ്റ്റൻസ് എന്ന ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ കണ്ണിന്റെ ലെൻസിനുണ്ട്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റ്. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഹ്യൂമൻ ഐ ഫോംസ് the image of an object at its 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഡി ഇവിടെ റെറ്റിന ആണ് ശരി ആൻസർ. അതിന്റെ എക്സ്പ്ലനേഷൻ: ഹ്യൂമൻ ഐ ഫോംസ് ദ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്ട് അറ്റ് ഇസ് റെറ്റിനയിലാണ് ഇമേജ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, റെറ്റിന. ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ: ദ least distance of distinct vision for a young adult with normal vision is about 25 meter, 2.5 centimeter, 25 centimeter, 2.5 meter. The near point ആണ് ചോദിച്ചിരിക്കുന്നത്. The least distance of distinct vision അത് എത്ര സെന്റിമീറ്റർ, എത്ര അകലെയാണ് കറക്റ്റ് ഫോക്കസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് കിട്ടുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. The least distance of distinct vision is the minimum distance of an object to see clear and distinct image. It is 25 centimeter for a young adult with normal vision. അതായത് നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. കൃത്യമായും കണ്ണിൽ നിന്നും 25 സെന്റിമീറ്റർ അകലെ ഉള്ള ഒരു ഒബ്ജക്റ്റിന് മൂലമാണ് ഒരാൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുക. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ: ദ ചേഞ്ച് ഇൻ ഫോക്കൽ ലെങ്ത് of an eye lens is caused by the action of the pupil, retina, ciliary muscles, iris. ഫോക്കൽ ലെന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ചേഞ്ച് ഇൻ ഫോക്കൽ ലെന്ത് വസ്തു അകലെയാണെങ്കിലോ അടുത്താണെങ്കിലോ ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടി ഫോക്കൽ ലെന്ത് കണ്ണിന്റെ ലെൻസ് സ്വയം അഡ്ജസ്റ്റ് ചെയ്യുന്നത് അത് എന്തിന്റെ സഹായത്തോടെയാണ് നടക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. സിലിയറി മസിൽസ് ആണ് അതിന് കാരണം. ആ മസിൽ ഇതിന്റെ സഹായത്തോടെയാണ് ലെൻസിന്റെ ഫോക്കൽ ലെന്ത് ചുരുങ്ങുകയും വികസിക്കുകയും കട്ടി കൂടി കുറയുകയും ഒക്കെ ചെയ്യുന്നത്. ദ റിലാക്സേഷൻ കോൺട്രാക്ഷൻ ഓഫ് സിലിയറി മസിൽസ് ചേഞ്ചസ് ദ കർവേച്ചർ ഓഫ് ദ ഐ ലെൻസ്. ലെൻസിന്റെ കർവേച്ചറിൽ മാറ്റം വരുത്തുന്ന ആ മസിൽസ് മൂലമാണ്. ദ ചേഞ്ച് ഇൻ കർവേച്ചർ ഓഫ് ദ ഐ ലെൻസ് ചേഞ്ചസ് ദ ഫോക്കൽ ലെന്ത് ഓഫ് ദ ഐസ്. അപ്പോൾ അതിനനുസരിച്ച് കണ്ണിന്റെ ലെൻസിന്റെ ഫോക്കൽ ലെന്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. Hence, the change in focal length of an eye lens is caused by the action of ciliary muscles. Then, fifth question: a person needs a lens of power -5.5 diopters for correcting his distant vision. For correcting his near vision, he needs a lens of power plus 1.5 diopter. What is the focal length of the lens required for correcting? ഫസ്റ്റ് ഡിസ്റ്റന്റ് വിഷൻ, സെക്കൻഡ് നിയർ വിഷൻ. എന്നിട്ടുള്ള കാര്യങ്ങൾ: പവർ ഓഫ് ലെൻസ് ഫോർ കറക്റ്റിംഗ് ഡിസ്റ്റന്റ് വിഷൻ അത് -5.5 ഡയോപ്റ്റർ ആണ്, P1 എന്ന് എടുക്കാം. ഇത് പവർ ഓഫ് ലെൻസ് ഫോർ കറക്റ്റിംഗ് നിയർ വിഷൻ P2 എന്ന് എടുക്കാം, അത് +1.5D ആണ്. ഇത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കാര്യം. ഇനി ഫോക്കൽ ലെന്ത് ഫോർ കറക്റ്റിംഗ് ഡിസ്റ്റന്റ് വിഷൻ അതിന്റെ ഫോക്കൽ ലെന്ത് കണ്ടുപിടിക്കാം. ഇവിടെ F1 ഈക്വൽ ടു F എന്ന് പറയുന്നത് 1/P ആണ്. 1/P1 ഈക്വൽ ടു 1/-5.5
D equal to minus 0.181 meter എന്ന് നമുക്ക് ആൻസർ. The power of near vision is measured relative to main part of it. So focal length of the rectangle F equal to 1 by PL. 1 by 1.5, 0.667 meter. Focal length of the lens required for correcting distant vision is minus 0.181 meter and near vision is 0.667 meter. The sixth question. The far point of a myopic person is 80 centimeter in front of the eye. What is the nature and power of the lens required to correct the problem? The person is suffering from eye defect called myopia. In this defect, the image is formed in front of the retina. Retinയ്ക്ക് മുന്നിലായിരിക്കും image form ചെയ്യുക. Hence, a concave lens is used to correct this defect of vision. ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാൽ അതിനെ ഒന്ന് ഡൈവേർജ് ചെയ്ത് വീണ്ടും കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായ റെറ്റിനയിൽ തന്നെ ഫോക്കസ് ചെയ്യിക്കാൻ പറ്റും. ഇത് ആദ്യം റെറ്റിനയുടെ മുന്നിലാണ് ഫോക്കസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ക്ലിയർ വിഷൻ കിട്ടാത്തതിന് കാരണം. അപ്പൊ നമുക്ക് അത് പരിഹരിക്കാൻ കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ആ കോൺകേവ് ലെൻസിന്റെ പ്രത്യേകതകൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് what is the nature and power of the lens required to correct the problem? നേച്ചർ അത് കോൺകേവ് ലെൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി വേണ്ടത് പവർ കണ്ടുപിടിക്കുക, ആ ലെൻസിന്റെ പവർ കണ്ടുപിടിക്കുക. നമുക്ക് ചെയ്ത് നോക്കാം. തന്നിട്ടുള്ള കാര്യങ്ങൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു അത് ഇൻഫിനിറ്റി ആണ്. ഇനി ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് 80 സെന്റിമീറ്റർ ആണ്. ദ ഫാർ പോയിന്റ് ഓഫ് എ മയോപിക് പേഴ്സൺ ഈസ് 80 സെന്റിമീറ്റർ ആണ്. 80 സെന്റിമീറ്റർ അപ്പുറത്തേക്കുള്ള ഒബ്ജക്റ്റിനെയാണ് കാണാൻ പറ്റാത്തത്. ഫോക്കൽ ലെന്ത് നമ്മൾ കണ്ടുപിടിക്കണം. ഫോക്കൽ ലെന്ത് എഫ് എന്ന് എഴുതി. അപ്പോൾ ലെൻസ് ഫോർമുല ഉപയോഗിച്ചാൽ 1/v minus 1/u equal to 1/f. ഇവിടെ ഇപ്പോൾ v നമുക്കറിയാം, ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് 80 സെന്റിമീറ്റർ എന്നറിയാം. അപ്പോൾ മൈനസ് 1/80 മൈനസ് 1/infinity ഈക്വൽ ടു 1/f. അതായത് 1/f ഈക്വൽ ടു 1/-80 നമുക്ക് കിട്ടും. മൈനസ് 1/infinity നിയർലി 0, അതുകൊണ്ട് അതിനെ നമ്മൾ മാറ്റി വെച്ചു. Therefore, f is equal to minus 80 centimeter എന്ന് കിട്ടും. It's equal to 0 minus 0.8 meter. അതാണ് ഫോക്കൽ ലെന്ത്. അപ്പോൾ പവർ കണ്ടുപിടിക്കാം. പവർ is equal to 1/f ആണ്. 1/f. 1/p is equal to 1/ minus 0.8 equal to minus 1.25 diopter. That is the answer. A concave lens of power minus 1.25 diopter is required by the person to correct the defect.